Hello guys, welcome back to our YouTube channel. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറേ നാളായി ഗൈസ് ഞാനൊരു സംഭവം ചെയ്തിട്ട് അത് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ക്ലേ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഞാൻ വിചാരിക്കും, ഞാൻ വിചാരിക്കും, പക്ഷെ നടക്കില്ല ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇൻട്രസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ എനിക്കൊരു സംഭവം കിട്ടി. അപ്പം ഞാനത് ഉണ്ടാക്കാൻ പോവുകയാണ്. കർണാടക വയ്ക്കുമ്പോൾ ഒരു ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ വെക്കില്ല, എനിക്ക് മടിയാണ് ഇപ്പൊ വെക്കാൻ. എന്താ ചെയ്യാ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സംഭവമാണ്. അതിങ്ങനെ നമുക്ക് ഇങ്ങനെ ഡേറ്റ് ഒക്കെ വെക്കാൻ പറ്റുന്നു, കലണ്ടർ പോലെ, ചെറിയൊരു കലണ്ടർ ഒക്കെ പോലെ. കലണ്ടർ എന്ന് പറയുന്നില്ല, അതുപോലെയാണ് ആ സംഭവം. അപ്പൊ ഞാൻ അത് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ ഞാൻ കുറെ നാളായി ഇപ്പൊ ക്ലേ തൊട്ടിട്ട്. ഞാൻ ക്ലേ കൊണ്ടൊരു സാധനം ഉണ്ടാക്കിയിരുന്നു, അതിന്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, കാരണം ഇതാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പോവാം. നമുക്കിനി ക്യാമറ ഇവിടെ ഫിറ്റ് ചെയ്യണം. എനിക്ക് ആരുമില്ല ഗൈസ് വീഡിയോ എടുത്ത് തരാൻ, അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് എടുക്കണം. എൻ്റെ മമ്മ അവിടെ പുറത്ത് പോലെ കിടക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വെച്ചിരിക്കണം. അപ്പൊ ഗൈസ് നമ്മൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ കുറേ ആയി കാണുന്നു, അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് ചെയ്ത് നോക്കാന്ന്. അപ്പൊ നമുക്ക് ചെയ്യാം ഗൈസ്. ആദ്യം ക്ലേ എടുക്കട്ടെ. ഇത് മമ്മയുടെ ഫോണാണ് കേട്ടോ, മമ്മ എനിക്ക് തന്നു ഫോൺ ഇത് നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒരു വട്ടം നോക്കിയാൽ മതി, എനിക്ക് അത്ര ഉള്ളൂ. ഈ ക്ലേ ഡസനാണ്, ഡസൻ എന്ന് പറയുന്നത് ക്ലേയാണ്. എൻ്റെ ക്ലേക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. നമ്മൾ ക്ലേ എടുത്തിട്ട് കുറേ നേരം ഇതൊന്ന് കുഴക്കണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ കത്തിയാണ് ഇപ്പൊ, ഇതിപ്പോ കളിക്കാൻ ഉപയോഗിക്കണ കത്തിയാണ്. ഞാൻ ക്ലേ ഒക്കെ ഉണ്ടാക്കുമ്പം പണ്ട് ഇതുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുക. നമുക്ക് ഇതൊന്നും പോരാ, നമുക്ക് അത്യാവശ്യം വലുത് വേണം ഇതിന്. ഇതിങ്ങനെ തന്നെ ഭദ്രമായി എടുക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇത് കുഴച്ചെടുക്കട്ടെ. കുഴച്ചെടുക്കണം. ഇതിനെ ആ രൂപത്തിലാക്കി എടുക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തൊക്കെ കാണിക്കാന്ന്. ബാക്കൊക്കെ ശരിയാക്കണം. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ശരിയാവും. ഒരുമിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ആക്കി കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ഇങ്ങനെ വരും. അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി എടുക്കണം. നമ്മളിത് ഉണ്ടാക്കാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞപ്പോൾ അത്ര ഉള്ളൂ. അതാണ് ഇപ്പോൾ പറഞ്ഞ ഇങ്ങനെ ഇരിക്കണേ. ഇത് ഞാൻ ഉണ്ടാക്കും എന്തായാലും. ഇത് ഉണ്ടാക്കി ഇതൊരു മാതിരി വേറെ ഷേപ്പായിരുന്നു ഗായ്സ്. അപ്പം ഞാനൊരു കണക്കിന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് എടുത്തോട്ടെ ഇവിടെ നിന്ന്. അയ്യോ, കണ്ടോ ഗായ്സ്, കണ്ടോ? അങ്ങനെ ഏകദേശം ആ ഒരു രൂപത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ നമ്മൾ വയറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കാരണം ആ ഡേറ്റൊക്കെ അങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ആ ഒരു ഫോട്ടോയിൽ കണ്ട പോലെ. അപ്പം ഇനി നമ്മളത് വയറിൻ്റെ ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഗിവ് അവേ കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അത് വരും കേട്ടോ, വേഗം വരുന്നതായിരിക്കും. അപ്പോൾ ഒരു ജൂൺ 15-ാം തീയതി ആകുമ്പോഴത്തേക്കും നമ്മളത് അയക്കുന്നതായിരിക്കും എല്ലാവർക്കും. പിന്നെ ഗിഫ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അത് നമ്മളൊരു ഷോർട്ട്സോ ലോങ് ആയിട്ടോ നമ്മൾ ഇടുന്നതായിരിക്കും. എന്തൊക്കെ ഗിഫ്റ്റാണ് നിങ്ങൾക്ക് കിട്ടുക. നമ്മൾ ആദ്യമായിട്ടൊരു ഗീവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഒരാൾക്ക് മാത്രമായിട്ടാണ് നമ്മൾ ചെയ്തത്, ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ട്. പക്ഷെ ഇത് നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര അധികം ആൾക്കാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതായിരിക്കും ഗൈസ് ഇങ്ങനെ ഗീവ് അവേ ഒക്കെ. അങ്ങനെ ഏകദേശം ഞാൻ അതൊക്കെ കട്ട് ചെയ്തെടുത്തു. ഒരു സ്ക്വയർ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഉള്ളിലത്തെല്ലാം അങ്ങനെ ചുരണ്ടിക്കളഞ്ഞു. ഇനി നമുക്കതിന് കൈ വെക്കണം. കൈ വെച്ചിട്ട് തലയിൽ ഇങ്ങനെ ചെറുതായിട്ട് മുടിയൊക്കെ പോലെ എല്ലാം ചെയ്ത് വന്നപ്പോൾ നല്ല രസത്തിൽ കിട്ടി. ഞാൻ വിചാരിച്ചില്ല ഇത്ര രസമായിട്ട് കിട്ടുമെന്ന്. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കോളാവും, കാരണം ഉള്ളിലത്തൊക്കെ കട്ട് ചെയ്തെടുക്കും ഇനി അങ്ങനെ പോവോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം അത്ര രസമായിട്ട് കിട്ടി ഗൈസ്.
നമ്മളിനി ഇതിന് മുടി ആണ് വെച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഗൈസ് മുടി ഇരിക്കുന്നത്. അങ്ങോട്ട് ഞാൻ ഒരുമിച്ച് വെക്കാൻ നോക്കിയപ്പോൾ അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പം ഞാൻ ഓരോ ഇതിങ്ങനെ വെച്ചു കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ നല്ല രസം ആയിട്ടുണ്ട് കണ്ടു. പിന്നെ നമുക്ക് കൊട്ടി വെച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് അടർന്നു വരും. ഇതിങ്ങനെ ഇങ്ങനെ 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 ആക്കണം, എന്നാലേ അത് കൂടെ ഉള്ളൂ. എന്താ ചെയ്യാൻ, ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല. കൊക്ക് വെക്കാണ്. കൊക്ക് കാണാനുണ്ടോ മമ്മി? കൊക്ക് വെക്കാണ് ഗൈസ്. കൊക്കിൻ്റെ കൊക്കാണിത്. ഇതാണ് ഗൈസ് കൊക്ക്. ഇതിൻ്റെ നമ്മുടെ സംഭവം ഇവിടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന് നമ്മളിനി കളറൊക്കെ അടിക്കണം. ഇത് ഉണങ്ങണം ഗൈസ്. അത് കഴിഞ്ഞിട്ട് വേണം കളറൊക്കെ അടിക്കാൻ വേണ്ടി. ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ കൊക്ക് ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്കുള്ള സംഭവങ്ങൾ ഉണ്ടാക്കണം. അത് എനിക്ക് തോന്നണം ഉണങ്ങിയിട്ട് ഉണ്ടാക്കിയാൽ മതിയായിരിക്കും. കാരണം ഇതിനകത്ത് വെച്ച് നോക്കണം, വെക്കുമ്പോൾ അവിടെ ഒട്ടി പിടിക്കും ഗൈസ്. കാരണം അത് മാറ്റണതാണ്, നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റും. എടുത്തിട്ട് മാറ്റി അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഉണങ്ങുന്ന വരെ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാം. കൊക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കാണിക്ക് കൊക്ക്. ഹലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വന്നു. നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഒരു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു ഗണ്ണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബബിൾസ് വിടുന്ന ഗണ്ണ്. അപ്പോൾ അതിന്ന് ശരിയാക്കി, ഇന്ന് ബാറ്ററി ഒക്കെ ഇട്ട് ശരിയാക്കി. അതിൻ്റെ കളിച്ചിരികളാണ് ഗൈസ്. അത് അവൾ വിടുന്നു ആണ്. ഇത് അത്യാവശ്യം ഉണങ്ങിയുണ്ട്. വലിയ ഉണക്കായിട്ടില്ല, പക്ഷെ അത്യാവശ്യം ഉണങ്ങിയുണ്ട്. ടൂൾസിനൊരു കുറവില്ല, കുറെ ഉണ്ട്. ഇവിടുന്ന് ഇതിനൊരു സാധനം വരണം. വരയ്ക്കോ നിക്ക് നോക്കട്ടെ. അമ്മയ്ക്ക് എന്നേക്കാളും കഴിവുകളുണ്ട് ഗൈസ്. കുട്ടിയെ എന്തിട്ട് കഴിവുമാളോ. മമ്മ നന്നായി പാടും. മാള് നന്നായി പാടും. ഞാൻ അത്ര ഒന്നും പാടില്ല, മമ്മയുടെ അത്ര ഒന്നും ഞാൻ പാടില്ല. ചില പാട്ടുകളൊക്കെ ചിലപ്പോ എന്റെ രസം ഉണ്ടാവും എന്നല്ലാണ്ട്. മാളൊരു സൗണ്ടിന്റെ കഥ ഒന്ന് പറഞ്ഞു കൊടുക്കണില്ലേ? എന്റെ സൗണ്ടിന്റെ കഥയാ? എന്റെ സൗണ്ടിന്റെ കഥ എന്റെ സൗണ്ട് ഇങ്ങനെയാവാൻ കാരണം എന്റെ സ്വന്തം തവളയാണ് ഗൈസ്. വല്ല ക്യൂട്ട് വോയിസ് പറയേ. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രീ വിളിച്ചത്. അപ്പോൾ അവളൊരു സ്വപ്നം കണ്ടു എന്നാണ് പറഞ്ഞത്. ഒരെണ്ണം നല്ല കുറേ അവൾ സ്വപ്നം കണ്ടു. അപ്പോൾ അതൊക്കെ അവൾക്ക് കഥ പോലെ എഴുതണം എന്നാണ് അവൾ പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സ്വപ്നം അങ്ങോട്ട് പറയാൻ. അപ്പോൾ അവൾ ഒരു സ്വപ്നം പറഞ്ഞു കേട്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കേട്ടോ, ഞാൻ കുറച്ചിടാം. ഞാൻ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നു. എന്റെ അച്ഛന്റെ വീടിന്റെ കളിക്കുന്ന സ്ഥലമാണ്, എന്റെ അമ്മയുടെ വീടാണ്. ഞാൻ അങ്ങനെ കളിച്ചോണ്ടിരിക്കും, കുട്ടികളുണ്ട്, ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിച്ചോണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്നൊരു വലിയ കോഴി ഉണ്ടാവും, വലിയ എന്നെക്കാളും കുറെ. ഞാൻ എന്റെ ഇരട്ടിയുള്ള ഒരു കോഴി. അല്ല, ശരിക്കും കോഴി ഇങ്ങനെ വന്ന് നിന്നു. അപ്പൊ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഓടിപ്പോയി. എന്നിട്ട് ഞാൻ പെട്ടെന്ന് സൈഡിൽ ഇങ്ങനെ പുല്ല് പോലത്തെ സാധനം ഉണ്ടായിരുന്നു, അങ്ങോട്ട് ഇങ്ങനെ കയറി നിന്നു. എന്നിട്ട് ഞാൻ അങ്ങനെ സൈഡിൽ നോക്കിയപ്പോ ആ കോഴി ഞാൻ നിൽക്കണ്ടായിരുന്ന അടുത്തേക്ക് വന്നിട്ട് കാല് മാത്രമേ ഉണ്ട് ഞാൻ. എന്നിട്ട് കോഴീനെ കാണാനില്ല. എന്നിട്ട് ആ കോഴീനെ കാണില്ല. എന്നിട്ട് ഞാൻ ആ സീൻ കട്ടായി. എന്നിട്ട് ഞാൻ അന്ന് രാത്രി കിടന്നുറങ്ങി. എന്നിട്ട് അടുത്ത ദിവസമായപ്പോണ്ട് മോളെ സ്ഥലം മൊത്തം മാറി. എന്റെ വീടുണ്ട് അവിടെ, പക്ഷെ ചുറ്റുള്ള സാധനങ്ങളൊക്കെ മാറി മറിഞ്ഞു. അതൊക്കെ കോഴി ഉണ്ടല്ലോ, ആ കോഴി ആ ഭാഗത്തൊരു വലിയ മുട്ടിട്ടു. വലിയ മുട്ടെന്ന് പറഞ്ഞ കോഴിനേക്കാളും വലിയ മുട്ടടി. അങ്ങനെ കുറച്ച് നേരം ശ്രീയുടെ കഥയൊക്കെ കേട്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവള് പോയിട്ടോ. അവള് 2 കഥ എനിക്ക് പറഞ്ഞു തന്നിട്ടാണ് പോയത്. ഇനി ഇതിന് കളറടിക്കുന്ന പരിപാടിയും കൂടി ഉള്ളൂ. ബാക്കിയെല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്.
ഗൈസ് ഞാനിനി കളർ അടിക്കാൻ പോവാണ്. ഞാൻ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ, കാരണം കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ റോസ് അടിച്ചിട്ടുണ്ട്, ഇനി നമുക്ക് വൈറ്റ് അടിച്ചു കൊടുക്കണം. അപ്പൊ ഇനി നമ്മള് വൈറ്റ് അടിക്കാൻ പോവാണ് ഗൈസ്. ഇതിന്റെ കൊക്കിനെ നമുക്കൊരു ഡാർക്ക് കളർ കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കണേ. കാരണം ഞാൻ അങ്ങനെ കണ്ടു ഒരു ഡാർക്ക് കളർ കൊടുക്കണത്. കളറ് കുഴപ്പമുണ്ടാവും. കുറച്ച് മഞ്ഞയും കൂടെ ചേർക്കട്ടെ. ഇതൊക്കെ മതി. ഗൈസ് നമ്മുടെ സംഭവം ഇവിടെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി കണ്ണൊക്കെ വരയ്ക്കണം. അതിനി ഉണങ്ങണം കളർ അടിച്ചത്. അതിനുശേഷം നമുക്ക് ആ സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കണം. ഏത് നമ്മുടെ ഉള്ളിലത്തേക്ക് വെച്ച് കൊടുക്കണം. അപ്പോഴേക്കും ഞാൻ പോയിട്ട് ഫുഡ് അടിക്കട്ടെ. വിശക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് അതിലത്തെ പോലെ വരയ്ക്കാൻ പറ്റുന്ന അറിയില്ല. ഞാൻ 2 കുത്തിട്ട് കൊടുത്താലോന്ന് അറിയാൻ. ഇപ്പൊ ഇത് ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ നാളെ കാണിക്കത്. നാളെ ഞാൻ ഇത് ഉണങ്ങാണ്ട് ഗൈസ് ഇനിയും കൂടെ. അപ്പൊ ഞാൻ ഇനി നാളെ ഇപ്പൊ ഇത് ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ നാളെ കാണിക്കത്. നാളെ ഞാൻ ഇത് ഉണങ്ങാണ്ട് ഗൈസ് ഇനിയും കൂടെ. അപ്പൊ ഞാൻ ഇനി നാളെ കാണിക്കാം. അപ്പോ നാളെ കാണാം. അപ്പൊ നമ്മൾ നൈറ്റ് ആയപ്പോഴാണ് ഉണ്ടാക്കി കഴിഞ്ഞത് എല്ലാം. അപ്പോൾ ഞാൻ വിചാരിച്ചു നൈറ്റ് ഉണക്കാൻ വെച്ചിട്ട് പിന്നെ രാവിലെ കാണിക്കാന്ന്. അപ്പൊ ഇത് രാവിലെ ആയിട്ട് ഞാൻ കാണിക്കുകയാണ് ഗൈസ്. പിന്നെ ഇതിൽ വേണമെങ്കിൽ ഇതുപോലത്തെ വേറെ കട്ടകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതും ഇങ്ങനെ എഴുതാൻ പറ്റും. പിന്നെ ഈ ഒരു കട്ടയിൽ നമുക്ക് ഒരു കട്ടയിൽ തന്നെ ശരിക്കും 6 ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ വെക്കാൻ പറ്റും 6 ഭാഗം. അപ്പൊ ഞാൻ ഈ ഡേറ്റ് തന്നെ വെക്കണുള്ളൂ, സെപ്റ്റംബർ 1-ാം തീയതി. അപ്പൊ ഞാൻ ഇത് തന്നെ വെക്കണുള്ളൂ. ഇതിപ്പോ ഈ ഡേറ്റ് ആരുടെയാന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് ഗൈസ്. അപ്പൊ ഇത് ആരുടെയാന്ന് അറിയായിരിക്കും. ഷോർട്സ് ഇട്ടപ്പോൾ അതിനകത്ത് കുറെ കമന്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കമന്റ് ചെയ്യുക, ഇതിന്റെ കമന്റിലും ഇടാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ടാറ്റാ.